ഇതാണ് ക്ലൈന്റ് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മോർവേഡ് വൈറ്റ് മാർബിൾ. ഈ ഒരു മാർബിൾ ഒട്ടിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് കൂടുതലും ചെയ്യാനുള്ളത് മാർബിൾ, അതും ഫ്ലോറിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. കുറച്ച് ടൈല് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഫ്ലോറിൽ നമുക്ക് മാർബിൾ ആണ് ഫിക്സ് ചെയ്യാനുള്ളതെങ്കിലും ഇപ്പം നമ്മൾ അതിന്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. മാർബിൾ വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത് ഫ്ലോർ ചിപ്പ് ചെയ്യാന്നുള്ള പണിയാണ്. ഏതൊരു സൈറ്റിൽ പോയാലും നമ്മൾ ചെയ്യേണ്ട ഒരു പണിയാണ് ഫ്ലോർ ചിപ്പിംഗ്. വീടിന്റെ ചുമര് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിലത്ത് വെക്കുന്ന കുമ്മായം അവര് വൃത്തിയാക്കാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചിപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരുന്നത്. കുറച്ചാളുകൾ ഫ്ലോർ ചിപ്പ് ചെയ്യുന്ന പണി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഫ്ലോർ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടെല്ലാം വാട്ടർ ലെവൽ ഉപയോഗിച്ചിട്ടാണ് ഫ്ലോർ ലെവൽ എടുത്തതെങ്കിൽ ഇപ്പം നമ്മൾ ലേസർ ലെവൽ ഉപയോഗിച്ചിട്ടാണ് ഫ്ലോറിന്റെ ലെവൽ എടുക്കുന്നത്. ലേസർ ലെവൽ കൊണ്ട് നമ്മൾ ഫ്ലോർ ലെവൽ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. സമയം ലാഭിക്കുക, നമുക്ക് കറക്റ്റ് ആക്യുറൻസി ഉള്ള ലെവലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ലേസർ ലെവൽ ഉപയോഗിച്ച് വീടിന്റെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഏത് ഭാഗത്താണ് ഹൈറ്റ് കൂടുതലുള്ളത്, ഏത് ഭാഗത്താണ് ഹൈറ്റ് കുറവുള്ളത് എന്ന് ചെക്ക് ചെയ്യലാണ്. ചെക്ക് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ ഫ്ലോറിന്റെ ലെവൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്ററിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പ്ലാസ്റ്ററിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.